welcome to our channel Kiddos Craft Work. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ കുറച്ച് വരട്ടെ ഞങ്ങൾ ഡ്രോയിങ് ചെയ്ത പിന്നെ പെയിന്റിങ് ചെയ്ത അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരച്ചതാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പുസ്തകം കേട്ടോ. പുസ്തകം ഇതാണ്. ഇത് ഞങ്ങൾ ഫുള്ള് ലോക്ക്ഡൗൺ കാലത്തും പിന്നെ ഹിന്ദു നാളെ കാലത്ത് വരച്ച് ഇത് ഒരു ബുക്കാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചിത്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പെയിന്റിങ്. ഇതിൻ്റെ ഇക്ക വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തേത്. ഇത് ഞാനൊന്ന് വെറുതെ വരച്ചാണ്. ഇത് ചെറിയതായിട്ട് റെഡി ആക്കിയത്. അടുത്തത് ഇത് എന്താ പെയിന്റിങ്ങിനെയാണ്. ഇതിപ്പോൾ എങ്ങനെ വരച്ചത് എന്നൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ വീഡിയോ കൊടുത്തിടാം. സോ ഇതിൻ്റെ ഇക്ക വരച്ചതാണ് കേട്ടോ. പിന്നെ ഇതും എൻ്റെ ഇക്ക തന്നെ വരച്ചതാണ്. ഇതും എൻ്റെ ഇക്ക തന്നെ വരച്ചാണ് കേട്ടോ. ഇക്ക വരച്ച് കുറേ ഉണ്ട്. പിന്നെ ഇത് ഇക്കൻ്റെ നോക്കിക്കാണ്ട് ഞാനൊന്ന് വെറുതെ റിയാലിറ്റി വരച്ചാണ്. പിന്നെ ഇത് ഞാൻ വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത് നൂലുകൊണ്ടല്ലാതെ വേറെ രീതിക്ക് ചെയ്താണ് കേട്ടോ. നൂലുള്ളത്. പിന്നെ ഇത് ഫോർക്ക് യൂസ് ചെയ്താണ് വരച്ചേക്കുന്നത്. ഫോർക്കുമ്പോൾ താഴത്ത് പെയിൻ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു പൂ പോലെ കിട്ടും. അടുത്തത് ഞാനത് വെറുതെ വരച്ചത് സ്കെച്ച് കൊണ്ടാണ് ഇത് വരച്ചത്. സോ ഇത് അനിയത്തി വരച്ചതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ഇത് ഞാൻ വരച്ചതാണ്. ഇത് ഞാൻ വരച്ചാണ്. ഓക്കെ, ഇത് എൻ്റെ ഇക്ക വരച്ചാണ്. ഇത് ഞാൻ വരച്ചാണ്. ഇത് ഞാൻ വരച്ചാണ്. ഇത് ഞാൻ വരച്ചാണ്. പിന്നെ ഇത് ഞാൻ ബുക്കിൽ നോക്കി വരച്ചാണ് കേട്ടോ. ഇതിൻ്റെ അനിയത്തി, ഇതിൻ്റെ കാക്ക, മാഷ്മെലോ. ഇത് ബാർബി. ബാർബി ഞാൻ വരച്ചാണ്. ഞാൻ വരച്ചതാണ്. ഇത് ബാർബിയാണ്. ഞാൻ വരച്ചതാണ്. ഇതൊക്കെ ബാർബിയാണ്. ഇതിപ്പോ ഇത് ബാർബി. അത് ശരിക്കും ബാർബിയാണ്. പിന്നെ ഇതിൻ്റെ അമ്മച്ചി വരച്ചതാണ് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ഉണ്ടായപ്പോൾ. ഇതിൻ്റെ കാക്ക വരച്ചതാണ് എനിക്ക് സ്കൂളിലേക്ക് ഉണ്ടായപ്പോൾ. അതെ, എൻ്റെ അറബിൻ്റെ സ്കൂളിലേക്ക് ഉണ്ടായപ്പോഴാണ്. ഇത് കിട്ടണില്ലല്ലോ. ഇത് ഞാൻ വരച്ചാണ് മിക്കി മൗസ്. എൻ്റെ കാക്ക വരച്ചാണ് എന്താണ് ഫ്ലവർ വേസ്. ഇവിടെ ആരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞങ്ങളെ സോ ഇത് എൻ്റെ അനിയത്തി വരച്ചതാണ്. പിന്നെ ഇത് ഞാൻ വരച്ചാണ് കേട്ടോ. ഞാൻ എൻ്റെ കാക്കാൻ്റെ കോപ്പി അടിച്ച് വരച്ച. പിന്നെ ഇതിൻ്റെ അനിയത്തി, പിന്നെ ഇത് പിന്നെ ഇത് ഞാൻ പാട്ടൊക്കെ ഇതൊക്കെ വരച്ച് നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. ഇതെൻ്റെ അനിയത്തിയാണ്. കുറേ അങ്ങനെ ഇങ്ങനെയുണ്ട്. അടുത്തത് ഇതിൻ്റെ കാക്ക വരച്ചതാണ്. ഇതും എൻ്റെ കാക്ക വരച്ചാണ്. ഞങ്ങൾ ഇക്കാന്നാണ് വിൽക്കല്. ഇത് മിക്കി മൗസിന്റെ പെണ്ണ് ഞാൻ വരച്ചത്. ഇത് താമര ഐക്കരിച്ച്. താമരയ്ക്ക് ആകെ കിരിക്കണം പണ്ട് വരച്ചാണ്. ഇത് ഞാൻ വെറുതെ ഒന്ന് വരച്ചാണ്. പിന്നെ പറ്റി അതുകൊണ്ട് സാരില്ലാന്ന് പറഞ്ഞ പ്രിന്റ് എടുത്തതാണ്. പിന്നെ ഇത് മിന്നി നോക്കി പിറന്നാൾ ആഘോഷം എന്നൊക്കെ വരച്ച് ഞാൻ വെറുതെ ഒന്ന് വരച്ചതാണ്. പിന്നെ അടുത്തത് ഇക്ക. അത് ഞങ്ങൾക്ക് കുറേ പണ്ടുള്ളതാണ് കേട്ടോ. ഇപ്പോഴും ഉണ്ട് അത്. പിന്നെ ഇതും ഉണ്ട് ഡോറ അല്ല പൂജി. പിന്നെ ഇത് നമ്മളെ ഇമ്മ ഇതാണ് തീപ്പൊട്ടിക്കൊള്ളുകൊണ്ട് വരച്ചിട്ട് വെറുതെ കളറൊന്ന് കൊടുത്താണ്. അടുത്തത് ഇത് ഞങ്ങൾ കളർ ബുക്കിൽ ചെയ്ത് നോക്കിയതാണ്. ഇത് ഞങ്ങളെ കാക്കു വരച്ചാണ്. അതായത് ഇത് ഇക്ക
വെർഷനാണ് കേട്ടോ. ഇതിൽ ഫുൾ ഇക്ക വെർഷൻ കൂടുതൽ. ഇത് ഗാന്ധി ജയന്തി. ഗാന്ധിജി കാക്കും. പിന്നെ ഫ്ലവർ വൈസ് ആണ്. കുറെ ഫ്ലവർ വൈസ് ഉണ്ടല്ലോ. ഇത് മഞ്ഞ 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 ഇത് പാട്ട് അല്ല, പാട്ടല്ല, ഇത് കഥ. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഓക്കെ, ഞാൻ ബാക്കിയില്ല, അത്രേ ഉള്ളൂ കഥ. പിന്നെ ഇത് ഇമ്മച്ചി ഉത്സവം. അതെ, ഉത്സവത്തിന് രസമാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ ഇതൊക്കെ പഠിക്കാണ്ടിരിക്കും. പിന്നെ എനിക്ക് പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെൻസിൽ കളർ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഇത് കൊടുത്തതാണ്. ഇനി കുറേ പെയിന്റിങ്ങിൻ്റെ ഇത് ഞങ്ങൾ വീഡിയോ ഇടും. പിന്നെ ഇതിൻ്റെ ഇത് ഞാൻ വെറുതെ വരച്ചാൽ. പിന്നെ ഇതിൻ്റെ കാക്കു പഠിക്കുമ്പോൾ ബുക്കിൽ നോക്കി വരച്ചതാണ്. ഇത് എന്താണ് പറ. ഓക്കെ, ചോട്ടാബീനാണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല. എനിക്ക് പേര് അറിയും. ഇതിനകത്ത് ഫ്രോസൺത്തെ ഒരു പെണ്ണ്. അത് ഫ്രോസൺ കണ്ടതല്ല, എല്ലാവർക്കും മനസ്സിലാവും. ഇത് പൂജി. ദരശ പറഞ്ഞോക്ക്. ദരശ ഞാനാണ് നിൽക്കുന്ന അല്ല, ഇതൊക്കെയാണ് പക്ഷേ. ഇത് പോക്കിമോൻ കേട്ടോ. ഇത് ഇക്കർഷ്. മറ്റേത് ഞാനും. ഇക്ക ഇത് ഞാൻ എല്ലാത്തിലും ഓളൊക്കെ അങ്ങനെ വരക്കും. പനിത്തേണ്ട, അതോടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കപ്പല്. ഇത് പിന്നെ ഞങ്ങള് അങ്ങനെ വാട്ടർ കളർ കൊണ്ട് വരച്ചാണ്, പെയിന്റ് കൊണ്ടല്ല, വാട്ടർ കളർ കൊണ്ട് വരച്ചാണ്. ഇത് നൂലുകൊണ്ട് ഫിഷ് ഉദ്ദേശമൊക്കെ വന്നത് ഫൈറ്റർ. ഇത് ഞങ്ങളെടുത്തുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഒരു ദിവസം കാണിച്ചു തരും. പിന്നെ ഇത് ഞാൻ വെച്ചു. ഓക്കെ, ഞാൻ വെച്ച ഇക്ക വരച്ച കാക്കു. ഇനി ഇതും ഇതിലുണ്ടൊന്ന്. ഇത് പറയാന് ഇത് ഇക്കയും ഇതായി. ഇതിങ്ങനെ ഇരിക്ക അടിപൊളിയായിട്ട് എനിക്കല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുത്തനെ നാട് വള്ളി നിൽക്കുന്ന പോലെ. ഇത് ഞാനാ. അതെ, ഇതോട് കാർട്ടൂണില് കണ്ട് വെച്ചോ. ഞാൻ അടുത്ത ഇത് ഞാന്. ഓക്കെ, ഇത് ഞാൻ കേട്ടോ. ഇത് ഹയ. ഇത് ഞാന്. ഇത് ഫുള്ള് എൻ്റെ തന്നെയാണല്ലോ. ഇത് ഞാന്. ഇത് 5 മിനിറ്റിൽ കണ്ട് വരച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം 5 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് എന്താ എൻ്റെ കാക്കു വരച്ച കാറ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കിയൊക്കെ വരക്കാം കേട്ടോ. ഇത് ആരാശം എനിക്കറിയില്ല. ഇത് ഞാൻ കേട്ടോ. അടുത്ത ഇത് ഞാൻ ആരാശം അറിയില്ല. ഞാൻ വരച്ചതാ. ഇതോള് ഇത് ഞാൻ. ഇത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വരച്ച പോലെ തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹലോ കിറ്റിയാണ് ഇപ്പൊ ഹയ വരച്ച. ഇതും ഞാനാ. ഓള് രണ്ടുപേർ കുറെ ഇതും ഞാൻ വരച്ചതാ. കാണിച്ചു. പിന്നെ ഇത് ആരാ വരച്ച? അപ്പൊ ഇത് കാക്കു വരച്ചാണ്. ഞങ്ങൾക്ക് 1ാം ക്ലാസ്സിൽ ഉണ്ടായപ്പോ കാക്കു വരച്ചു തന്നതാണ്. 1 B ക്ലാസ്സിൽ. മറ്റേ എത്രാമത്തെ ചാപ്റ്ററാ? 5ാമത്തെ ചാപ്റ്റർ. ഇത് ഇങ്ങനെ വെക്കണ്ടേ. ഇത് വീട്ടുകൾ. ഇത് ഞാൻ വരച്ചതാ. ചെമ്മരിയാടിനെ കെട്ടിച്ചാണ് പുല്ല് നിൽക്കാതെ. ഇത് ഞാൻ വരച്ചതാ. ഇത് ഹയ. ഇത് എൻ്റെ ഫ്രണ്ട് മിഹറ വരച്ചാണ്. ഇത് ഞാൻ തന്നെ വരച്ചു കേട്ടോ. ഇത് ആരാ? ഞാൻ
വരച്ചു ഇനിയുണ്ട് ഇത് കാക്കു വരച്ച് കാർ വോൾസ് വാഗൻ ആണ്. ഇത് ഞാൻ വരച്ചത് കേട്ടോ. സൂര്യനൊക്കെ വലിയതായിട്ടുണ്ടല്ലോ. ഇത് ഈ കാക്കു ഇത് ഉമ്മ വരച്ചാണ്. ഉമ്മച്ചിക്ക് സ്കൂളിൽ തന്നെ. ഇത് ഞാൻ വരച്ചാണ്. ഇതൊക്കെ എനിക്ക് എൻ്റെ മിഹറ പഠിപ്പിച്ചതാണ്. മിഹറക്ക് നല്ല ചിത്രം വരക്കാനൊക്കെ അറിയാം. ഇത് കൽബ് ഇത് കാപ്പു. അപ്പോൾ മിഹറക്ക് ഇന്ന് മിഹറ എനിക്ക് ചിത്രം പഠിപ്പിച്ചതിന് മിഹറക്ക് ഒരു താങ്ക്സ്. പിന്നെ ഇതൊക്കെ ഇത് കാക്കു. ഇതാരും കാക്കുനെ. ഇത് ഹയ. ഇത് കാക്കു. അടിപൊളി. ഇനിയും ഉണ്ട്. ഇതെന്താ തീരുന്നില്ലേ? ഇത് ഞാൻ വെച്ചതാ ഐസ്ക്രീം. ഇതെന്താ മൃഗം, ഏതെങ്കിലും ഒരു മൃഗം. ഇത് ഞാൻ വെച്ചതാ ട്രെയിന്. ഇത് ഞാൻ വെച്ച. ഇത് ടൈഗർ. അടുത്തത് വീട്, അതായത് കുറെ വീടുണ്ട്. ഇത് ഞാൻ വെച്ചതാ കൊച്ചുത്തുമ്പി എന്ന് പറഞ്ഞ വരച്ചാണ്. ഇത് ഞാൻ വരച്ചതാട്ടോ. അടുത്തത് ഇത് ഞാൻ വരച്ചു. ഇത് വരക്കുന്ന വീഡിയോ ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വരച്ചതാ. ഇതിപ്പോ 2 പ്രാവശ്യം ഞാൻ ഇത് വരച്ചിട്ട് ഒരു മിനിറ്റ്. ഇതും എനിക്ക് ഇങ്ങനത്തെ ഡ്രോയിങ് പ്രകൃതികളൊക്കെ വരക്കാൻ അടിപൊളി. ഇത് ഞാൻ വരച്ചതാ സ്പൈഡർമാൻ. വരച്ചാണ്. ഇത് ഞാൻ വരച്ചാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഇതിന്റെ അയ വരച്ച കാണിച്ചിന്. അത് ഞങ്ങൾ 2 ആൾക്കാരും നമുക്ക് വരച്ചാണ് കേട്ടോ. ഇത് ഞാൻ വരച്ചതാ. ഇത് വരച്ചതാ. ഇത് ഞാൻ വരച്ചതാ. ഇത് 2 ഞാൻ വരച്ചതാ. എന്താണ് ഇത്? ട്രീ ഹൗസ്. ഇത് നല്ല ഇത് ഞാൻ വരച്ചതാ. നമുക്ക് കാണാൻ പറ്റൂല. അടുത്ത കാണിച്ചെടുക്കേ. ഇത് ഞാൻ വരച്ചതാ. ഇപ്പൊ ക്യാമറ ഫുള്ളായിട്ട് അളകുണ്ടല്ലോ. ഇത് ഞാൻ വരച്ചതാ. ഇനിയുണ്ട്. ഇത് ഞാൻ വരച്ചതാ. ഇത് ഞാൻ വരച്ചതാ. ഇത് അയ വരച്ചാണ്. ഇത് അയാച്ച് വരച്ചാണ്. ഓക്കെ, ഇത് ഞാൻ വരച്ചാണ്. എനിക്ക് നല്ല അടിപൊളിയാതെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈ ചിത്രത്തിൽ ഏത് ചിത്രമാണ് ഇഷ്ടപ്പെട്ടത്? അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയാണോ ഇക്കൻ്റെയാണോ ഹാൻഡിയാണോ? ഇത് ഞാൻ വെച്ചത് ഇതും. പിന്നെ ഇതും ഇത് ഇങ്ങനെ. ഇത് 3D ഹൈ വരച്ച് ആണ്. ഇത് ഇവിടെല്ല. ഇത് ഞാൻ പകുതി ആക്കി വെച്ചാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇത് ലാസ്റ്റ് ആണ്. ഇത് ഞങ്ങൾ ഒട്ടിച്ചതാണ്. ഈ പൂ ഉണ്ടാക്കുന്ന വീഡിയോ ഒട്ടിനി. അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങൾ പൂമ്പാറ്റ ഇതൊക്കെ ഒട്ടിനിട്ടോ. ഇത് ഒട്ടിനി. ഇതാണ് ആദ്യത്തെ വീഡിയോ. ഇത് ഒട്ടിനി. പിന്നെ ഇത് മിന്നാനത്തെ വീഡിയോ അല്ലേ? ഇത് മിന്നാനത്തെ വീഡിയോ. എയറോപ്ലെയിൻ കഴിഞ്ഞു. ഇതാണ് ബുക്ക്. ഇത്ര ഞങ്ങൾ KG8 വർഷം. അടിപൊളി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ബുക്കിൽ ഇത് ഇത്ര ചിത്രത്തില് ഇന്ത്യ ആണോ ഇക്കാന്റെയാണോ ഹരിയാണോ അതില് ഒരു ചിത്രം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവരും മറക്കണ്ട. പിന്നെ ഒരു കാര്യം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബർ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എത്ര ദൂരത്തിലാണെങ്കിലും നിങ്ങൾക്ക്
ഫോണിക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും